ഓക്കെ, ഹെഡിങ് എഴുതിക്കോ ഓർഗാനിക് കെമിസ്ട്രി. ഹെഡിങ് എഴുതാം ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് അത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ 10ൽ പഠിച്ചാണ്. കേരള സിലബസ് പഠിച്ചവർക്കും CBSE പഠിച്ചവർക്കും ICSE പഠിച്ചവരും എല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റുകളൊക്കെ +1 പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ കുറച്ചുകൂടെ എന്നല്ല, കുറച്ചേറെ കൂടുതൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ കൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് ഹെഡിങ് എഴുതുക. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കാർബണും അല്ലെങ്കിൽ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയുമാണ് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ കാർബൺ കോമ്പൗണ്ടുകളെ പറ്റിയുള്ള പഠനത്തിന്റെ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ്, കെമിസ്ട്രിയുടെ ആ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. കെമിസ്ട്രി തന്നെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ കെമിസ്ട്രിക്ക് തന്നെ അതേപോലെ ഓരോ വിഭാഗമുണ്ട്. അതിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് of chemistry. It's a branch of chemistry which deals with the study of organic compound. It is a branch of chemistry which deals with the study of organic compound. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക compounds containing carbon and hydrogen are called organic compound. ഇനിയും ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നമുക്ക് ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലും പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷന്, ഇതിന്റെ കോമ്പോസിഷൻ, ഇതിന്റെ റിയാക്ഷന്, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാനുള്ള റിയാക്ഷനുകൾ, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്തും അടുത്ത ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിക്ക് 2 ചാപ്റ്റർ ഉണ്ട്, ആ 2 ചാപ്റ്ററിനകത്തൂടെ പഠിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് ശരിക്കും ഉണ്ടാകുന്നത് ഒരു വൈറ്റൽ ഫോഴ്സിന്റെ ഭാഗമായിട്ടാണ്. വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ പറയാ, നമുക്കറിയാലോ, ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റൽ ഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നതെന്നുള്ള ഒരു മിത്തായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ ആ ഒരു കൺസെപ്റ്റിനെ മാറ്റിയത് വൂളർ എന്ന് പറയുന്ന ഒരു കെമിസ്റ്റ് ലാബിൽ ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള യൂറിയ കണ്ടുപിടിച്ചപ്പോഴാണ്. പണ്ട് അവർ ധരിച്ചിരുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ, അതായത് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് പണ്ടുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷെ അതിനെ, അതായത് 18th 19th സെഞ്ചുറിയിലുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 1828 നമ്മുടെ കെമിസ്റ്റ്, അതായത് ഒരു ഫേമസ് കെമിസ്റ്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേര് വൂളർ എന്നാണ്, WHOLER. വൂളർ ഇനോർഗാനിക് ആയിട്ടുള്ള അമോണിയം സൈനേറ്റിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള യൂറിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ലാബിൽ വെച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ മനസ്സിലായി എന്താണ് ഒരു വൈറ്റൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നൊന്നുമല്ല, ആർക്ക് വേണേൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ ഇന്ന് കുടിക്കുന്ന ഫ്രൂട്ടി, നിങ്ങൾ വിചാരിക്കും അതിന്റെ റിയൽ പൾപ്പാണെന്ന്. ഒരിക്കലുമല്ല. അത്രയും ഈ ലോകത്തുള്ള ഇത്രയും ആൾക്കാരുടെ വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മാവിന്റെ മരങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ ലാബിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന എസ്റ്ററുകളാണ്, മാങ്ങയുടെ മണവും രുചിയുമുള്ള എസ്റ്ററുകളാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പൈനാപ്പിൾ, നിങ്ങൾക്കൊക്കെ അറിയാം, പൈനാപ്പിൾ അടുക്കള മുറിക്കുന്ന സമയത്ത് നിങ്ങളുടെ
നിങ്ങൾ എവിടാണോ നിങ്ങളുടെ റൂമിൽ വരെ മണം അടിക്കും, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു മാങ്ങ പൂളുന്ന സമയത്ത് അതിന്റെ മണം അടിക്കും, ശരിയല്ലേ? ഒരു ചക്ക വീണ് കഴിഞ്ഞാൽ, പറമ്പിൽ ഒരു ചക്ക വീണ് കഴിഞ്ഞാൽ, വരിക്ക ചക്ക അല്ലെ പഴുത്ത ചക്കയാണെങ്കിൽ അതിന്റെ മണം അടിക്കും. ഇതെല്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ മണം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ എസ്റ്റർ ഉണ്ട്. എസ്റ്റർ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെ എല്ലാം നോക്കും. ഈവൻ ആൽക്കഹോള്, മദ്യം, ഈ മദ്യം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം അതുപോലെ ഒത്തിരി ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ആൽഡിഹൈഡ്സ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, എസ്റ്റർ ഉണ്ട്, അമീൻസ് ഉണ്ട്, ഹാലോ ആൽക്കെൻസ് ഉണ്ട്, ഹാലോ അരീൻസ് ഉണ്ട്, ഫീനോൾസ് ഉണ്ട്. ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആള് കാർബൺ ആണ്. കാർബണും ഹൈഡ്രജനും ഉണ്ട്, പിന്നെ വേറെ ആൾക്കാരും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോള്, ഫീനോൾസ്, കാർബോക്സിലിക് ആസിഡ് പോലെയുള്ള ഒരു ഗ്രൂപ്പാണ് ഹൈഡ്രോ കാർബൺ. അതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ തെറ്റിദ്ധരിക്കല് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും അതിനകത്ത് മെയിൻ ആൾക്കാരായിരിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും, CH3CH2Cl, ഇവന്റെ പേര് ക്ലോറോ ഈഥെയ്ൻ, മനസ്സിലായോ? അല്ലെങ്കിൽ CH3Cl, ഇത് ക്ലോറോ മീഥെയ്ൻ. ഇതിലൊക്കെ നമുക്ക് ഇതിനൊക്കെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ കാർബണും ഹൈഡ്രജനും എന്നുള്ള ഏറ്റവും മെയിൻ കാർബൺ തന്നെയാണ് കേട്ടോ. ഹൈഡ്രജനൊക്കെ നമുക്ക് അതിന്റെ തൊണ്ട എന്ന് പറയാന്നുള്ളതേ ഉള്ളൂ. കാർബൺ ആണ്. കാർബണിന്റെ കുറെ സവിശേഷതകൾ കൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇത്രയും ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റി നമുക്ക് പഠിക്കേണ്ടതായിട്ട് വന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒന്ന് എഴുതുകയാണ്, നോക്കിക്കോളൂ. ഇൻ 1828 വൂളർ, സയന്റിസ്റ്റിന്റെ പേരാണ് വൂളർ, prepared an organic compound named urea in laboratory by heating ammonium cyanide, ammonium cyanide. അതിന്റെ റിയാക്ഷൻ 1 മാർക്കിനും 2 മാർക്കിനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. CBSEക്കും കേരളയ്ക്കും ഒക്കെ ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം NH4CNO, ഇവന്റെ പേരാണ് അമോണിയം സയനൈഡ്. അമോണിയം സയനൈഡ്. അതിനെ ഒന്ന് ചൂടാക്കുന്ന സമയത്ത് യൂറിയ ഉണ്ടാവും, NH2CO ഇതാണ് യൂറിയയുടെ ഫോർമുല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇതൊരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു കുറെ കൺസെപ്റ്റുകൾ പറയുകയാണെങ്കിൽ 90% ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം അതിനകത്തെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട് കാണും. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. PVC പോളിവീനൈൽ ക്ലോറൈഡ് എന്ന് പറയും. അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്, മനസ്സിലായോ? അതേപോലെ പോളിത്തീൻ, നമ്മൾ മറ്റേ പെറ്റിക്കോട്ട് കവർ എന്ന് പറയും, പോളിത്തീൻ കവറിലെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ്, സോപ്പ്, ഇതെല്ലാം, സോപ്പ് എന്ന് പറയുമ്പോൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതും ഓർഗാനിക് കോമ്പൗണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ്, അതും ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതേപോലെ തന്നെ ഓരോന്നിലും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, മനസ്സിലായി? എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ബയോമോളിക്യൂൾസ് കുറെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഗ്ലൂക്കോസ്, നമ്മൾ കഴിക്കുന്ന ഷുഗർ, ഗ്ലൂക്കോസ്, അതേപോലെ തന്നെ ഫ്രക്ടോസ്, നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന സാധനമാണ് ഇത്, ഗ്ലൈക്കജൻ, ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. അപ്പം ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കാർബൺ ഇതിനകത്തെ സ്റ്റാർ ആയിട്ടിരിക്കുന്നു, അതായത് കാർബൺ ഇതിനകത്തെ മെയിൻ താരമായിട്ടിരിക്കുന്നു, സോഡിയം വെച്ചിട്ട് എന്താണ് ഇങ്ങനെ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ക്ലോറിൻ വെച്ചിട്ടുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് മറ്റ് ഏത് എലമെന്റ് എടുത്താലും അത് വെച്ചിട്ട് ഈ കാർബൺ ഉണ്ടാക്കുന്ന പോലെ ഇത്രയും വലിയ ലോങ് ചെയിനും നമുക്കറിയാം. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഹെക്സൈൻ, ഒക്ടെയിൻ,
നണ്ണിൻ ഡെക്കെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിന്റെ പേരും മാറും, സ്വഭാവം മാറും, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാം മാറും അല്ലേ? അപ്പം എന്തുകൊണ്ട് ഈ കാർബണ് മാത്രം ഈ പ്രത്യേകത? കാർബണ് മാത്രമല്ല, സിലിക്കണും കൂടെ ഉണ്ട് കേട്ടോ. കാർബണിന്റെ പോലെ തന്നെ ഒരു കാർബണിന്റെ അത്രയും സവിശേഷതകൾ ഇല്ലെങ്കിലും ഈ സ്ട്രെയിറ്റ് ചെയിനും ബ്രാഞ്ച് ചെയിനും ഒക്കെ ഫോം ചെയ്യാനുള്ള കഴിവ് സിലിക്കണും കൂടെ ഉണ്ട്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ കാർബൺ. കാരണം എല്ലാത്തിന്റെയും വാലൻസി ഒക്കെ എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് പീരിയോഡിക് ടേബിളിൽ. അപ്പം അതാണ് അതിന്റെ കാരണം. അപ്പൊ നമുക്ക് ഇനിയും ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാർബൺ എന്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മെയിൻ താരമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ മെയിൻ താരമായത് എന്തുകൊണ്ട്, സങ്കല്പിക്കുന്നില്ല, മെയിൻ താരമായത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരമാണ് പറയുന്നത്. അതും പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പം ഒരു ഡോട്ട് ഇട്ട് എഴുതാം. കാർബൺ ഹാസ് സം important carbon has some important characteristics which help carbon to form such long compounds. അതില് ഒന്ന് സബായിട്ട് ഒന്ന് വന്നിട്ട് ടെട്രാവാലൻസി ആണ്. ടെട്രാവാലൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർബണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും, കാർബൺ അതിന്റെ സിമ്പലും അതിന്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ എഴുതണമെങ്കിൽ 6, 12 ആണ്. അപ്പൊ അതിനർത്ഥം അതിനകത്ത് ഇലക്ട്രോണിന്റെ എണ്ണം 6ഉം പ്രോട്ടോണിന്റെ എണ്ണം 6ഉം എന്നുള്ളതാണ്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം 6 ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2, 4 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെയാണ്, അപ്പം അവർക്ക് ഇത് കൊടുക്കാനും മേടിക്കാനും ഒന്നും പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ എത്രയാണോ അവരുടെ കമ്പൈനിങ് കപ്പാസിറ്റി, അതാണല്ലോ അതിന്റെ വാലൻസി. കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെന്റിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാം, മേടിക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഇവിടത്തെ സംബന്ധിച്ച് 4 ഇലക്ട്രോൺ ആണ് പറ്റുന്നത്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ടെട്രാ മീൻസ് 4. അതുകൊണ്ടാണ് എന്താ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഇത് നിങ്ങളൊന്ന് എഴുതിയിട്ട് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ട് താഴോട്ട് ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് എഴുതിയേക്കാം. എഴുതിയെടുക്കണേ, പെട്ടെന്ന് എൻ്റെ കൂടെ തന്നെ എഴുതിയെടുക്കണേ. കാർബൺ ഹാസ് 4 ഇലക്ട്രോൺ in their valence shell, which is a stable configuration. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളെ കൊച്ചിലെ പഠിപ്പിച്ചിട്ടുള്ളത് 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ 4 അല്ലേ വന്നിട്ടുള്ളൂ, അത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് 8. അത് സ്റ്റേബിൾ ആയതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കും ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഓക്കെ ആണല്ലോ? അത് എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം ട്യൂഷൻ പഠിപ്പിച്ച പിള്ളേരോട് ഞാനത് വ്യക്തമായിട്ട് അതിന്റെ വ്യത്യാസങ്ങളൊക്കെ അന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അവരല്ലാതെ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക. ഫുള്ളി ഫിൽഡ് 8 ആണ്. 8 വരുമ്പോഴാണ് സാധാരണ സ്റ്റേബിൾ ആവുന്നത്. എന്നാൽ ഹാഫ് ഫിൽഡ് വരുവാണെങ്കിൽ സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം കാർബൺ ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ദെയർ. അതിന്റെ എന്താണ് എക്സ്പ്ലനേഷൻ ആയിട്ട് അതിന്റെ താഴെയാണ് എഴുതേണ്ടത്, ടെട്രാവാലൻസിയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട്. കാർബൺ ഹാസ് 4 ഇലക്ട്രോൺ ഇൻ ദെയർ വാലൻസ് ഷെൽ വിച്ച് ഈസ് എ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഓക്കെ. അതേപോലെ തന്നെ ഒരു ദാറ്റ് ഈസ് IE എന്നിട്ടാണ്, ദാറ്റ് ഈസ് ലൈക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ. like fully filled configuration, like fully filled configuration. Half filled configuration are also stable. Half filled configuration are also stable.
but carbon does not gain or lose electron rather അല്ല electron to form ionic bond to form ionic bond instead they share their electrons to form covalent bond. അപ്പോൾ ഇതാണ് അതിന്റെ ആദ്യത്തെ കാരണം. കാർബൺ എന്തുകൊണ്ട് ഇതിനകത്തെ മെയിൻ ആളായി എന്നുള്ളതിന്റെ കാരണം അതാണ്. കാരണം കാർബണിന് 4 ഇലക്ട്രോൺസേ ഉള്ളൂ. അത് ഓൾറെഡി സ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യില്ല. പകരം ആ ഇലക്ട്രോണെ മറ്റാൾക്കാരുമായിട്ട് ഷെയർ ചെയ്തായിരിക്കും അത് മറ്റാൾക്കാരുമായിട്ട് കോവാലന്റ് ബോണ്ടിങ്ങിലായിരിക്കും ഏർപ്പെടുന്നത്. അയണിക് ബോണ്ട് ഉണ്ടാവില്ല. അടുത്തത് രണ്ടെന്ന് എഴുതിയിട്ട് കാറ്റിനേഷൻ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി എന്ന് പറയും. നിങ്ങൾ കഴിഞ്ഞ വർഷം സ്ട്രക്ചർ ഒക്കെ വരച്ച സമയത്ത് സി 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 കണ്ടോ, ഇതിനിടയ്ക്ക് ഇങ്ങനെ ബോണ്ടുകൾ വന്ന് ഇങ്ങനെയല്ലേ CH3 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 ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത്, ശരിയല്ലേ? അപ്പൊ ഇത് ഒരു കാർബൺ വേറൊരു ബോണ്ട് കാർബണുമായിട്ടും, ആ കാർബൺ വേറൊരു കാർബണുമായിട്ടും, ആ കാർബൺ വേറൊരു കാർബണുമായിട്ടും, ആ കാർബൺ, അങ്ങനെ കാർബണുകളുടെ ഇടയിൽ ബോണ്ടുകൾ കാർബൺ തമ്മിൽ ഫോം ചെയ്യാൻ പറ്റും. നേരെ നിങ്ങൾ സോഡിയം എടുത്തേ, സോഡിയത്തിന് ഒരിക്കലും അടുത്ത സോഡിയവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ആ സോഡിയത്തിന് വീണ്ടും അടുത്ത സോഡിയമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. മാഗ്നീഷ്യം അതുപോലെ, നിങ്ങൾ ഏതെടുത്താലും അതുപോലെ തന്നെ. പക്ഷെ സിലിക്കണ് പറ്റും. അതേപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർക്കൊക്കെ ചെറിയ രീതിയിൽ കാറ്റിനേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ കാർബണ് അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നുമില്ല. എത്ര വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മുടെ പോളിത്തീൻ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് കാർബൺ ആറ്റം ചേർന്നുണ്ടായ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതേപോലെ PVC പൈപ്പ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കാർബൺ ആറ്റം ചേർന്നുണ്ടാക്കപ്പെട്ട ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ സെൽഫ് ലിങ്കിങ്, ഒരു കാർബണ് വേറൊരു കാർബണുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ മറ്റ് എലമെന്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ എഴുതാം, അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ എഴുതാം അതിന്റെ താഴോട്ട്. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആറ്റം is called catenation. അടുത്തത് മൂന്നാമത്തേത് എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്. എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്. അതായത് കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് കാർബണുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആൽക്കീൻസ് ആൽക്കൈൻസ് എന്ന് പറയുന്ന എന്താണ് കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അത് കാർബൺ മാത്രമേ ഉള്ളതാ. ഇപ്പൊ അപ്പൊ നിങ്ങൾ ചോദിക്കും നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് 2 നൈട്രജൻ ആറ്റം ഇടത്തിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടാണ്. പക്ഷെ നൈട്രജൻ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ഒന്നും ഫോം ചെയ്യാനുള്ള കഴിവില്ല. ഇനിയും നൈട്രജന് 1ൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ നൈട്രജൻ മോളിക്കൂളാണ്. നൈട്രജൻ അതേപോലെ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ലോങ് ചെയിൻ ഫോം ചെയ്തിട്ട് അതിനിടയിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും നൈട്രജൻ ഇല്ല. മനസ്സിലായോ? അപ്പം
മൾട്ടിപ്പിൾ ബോണ്ട്, ഒന്നിൽ കൂടുതൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് കാർബൺ ഉണ്ട് എന്നുള്ളതാണ് കാർബണെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമാക്കുന്നത്. അല്ലെങ്കിൽ കാർബണെ മറ്റ് ഇതിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടി കാർബണെ അല്ലെങ്കിൽ കാർബൺ ഇതിനകത്ത് മെയിൻ ആക്കാൻ കാരണം ഇതാണ് അതിന്റെ ഒരു കാരണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു എന്താ, ദേ ആർ ഏബിൾ ടു ഫോം, ദേ ആർ ഏബിൾ ടു ഫോം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് with adjacent carbon atom. ഇനി നാലാമത്തെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ they have the ability they have the ability to form straight branch, straight കഴിഞ്ഞിട്ട് comma branched and cyclic chain അത് വലിയൊരു പ്രത്യേകതയാണ്. സ്ട്രെയിറ്റ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും CH3 CH2 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 CH3 ഇത് പെന്റെയിൻ ആണ്, പെന്റെയിൻ. അതേപോലെ തന്നെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നോക്കിയാ CH3 CH2 CH3 ഇവിടെ ഒരു CH3 കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ പേര് 2-methyl butane ആവും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേണ്ട സൈക്ലിക് ആക്കാം ഇവന്മാരെ. നോക്കാം നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഈ 5 കാർബണെ വേണമെങ്കിൽ CH2 കണ്ടോ, ഇങ്ങനെ വേണേലും ആക്കാം. ഇത് സൈക്ലോപെന്റെയിൻ എന്ന് പറയും. നമുക്ക് നെയിമിംഗ് ഒക്കെ പഠിക്കാം, തൽക്കാലം ഇത് എഴുതുക.
ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം. അനുഷ്ക ഓക്കെ ആണോ? ഇത് അനുഷ്ക ഓക്കെ ആണ്. ഓക്കെ. അരവിന്ദ് മോനെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പഠിപ്പിക്കുന്നത്? അരവിന്ദ് റെസ്പോണ്ട് ചെയ്യണേ. അതേപോലെ തന്നെ ജന്ന. യെസ് സർ. ഓക്കെ, ക്രിസിൻ എങ്ങനെയുണ്ട് പറഞ്ഞേ? ക്രിസിൻ മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ. ധനു ഓക്കെ. ജോഹാൻ എങ്ങനെയുണ്ടോ? ജോഹാൻ മനസ്സിലാവുന്നുണ്ട്. ജ്യോതിസ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. മെൽവിൻ, പ്രവിൻ, സൂര്യഗായത്രി. മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ, സൂര്യഗായത്രി ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഹെഡിങ് എഴുതാനുള്ളത് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഇതിന്റെ ചാപ്റ്ററിനകത്തോട്ട് കയറി ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പഠിപ്പിച്ചത്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാന്ന് പറയാം. അതായത് ഓരോ കോമ്പൗണ്ടുകൾ എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഈ ക്ലാസിഫിക്കേഷനകത്തൊന്ന് സ്പോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എവിടെയാണ് ഈ ഏത് ഭാഗത്താണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം കൃത്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ആ കോമ്പൗണ്ടുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അതിന്റെ നോട്ടുകൂടെ തരാം. ഓക്കെ, ഹെഡിങ് എഴുതിക്കോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. ഓക്കെ, ഇത് നിങ്ങൾ ഒരു നടുക്കായിട്ട് എഴുതണേ, കാരണം നമുക്ക് ഇതേ തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. ഹലോ, ഒരു കാര്യം, സോറി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് എഴുതില്ല, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് എഴുതുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് എഴുതണേ. ഓർഗാനിക് കോമ്പൗണ്ടിലെ ഒരു വിഭാഗം മാത്രമാണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് തിരിക്കാം. അലിഫാറ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും, അലിഫാറ്റിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും, ക്ലോസ്ഡ് ഓർ സൈക്ലിക് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുമാണ്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മളതിനെ എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പോവുക. രണ്ട് ഇതുപോലെ തന്നെ ഇത് കൊടുക്കുക. അതായത് ഞാൻ വരച്ചിട്ട് വരച്ചാൽ മതിയേ, കാരണം അതിന്റെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എത്ര സ്പേസ് വേണോ നോക്കിയിട്ട് വരച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിച്ചിട്ട് വരച്ചാൽ മതി. അപ്പം അതിനെ അലിഫാറ്റിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്.
അതേപോലെ തന്നെ ക്ലോസ്ഡ് ഓർ സൈക്ലിക് കോമ്പൗണ്ട് ഓക്കെ ആണല്ലോ. ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ അലിഫാറ്റിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്നും ക്ലോസ്ഡ് ഓർ സൈക്ലിക് കോമ്പൗണ്ട് എന്നും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ഈ അലിഫാറ്റിക്കിനെ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. അതിലൊന്ന് സാച്ചുറേറ്റഡും അതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡും. ഓക്കെ, സാച്ചുറേറ്റഡിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കെയിൻസ് എന്ന് പറയുന്ന വിഭാഗം ആളിനെ പറ്റിയാണ്. ആൽക്കെയിൻ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരെ പറ്റിയാണ് നമ്മൾ എന്താണ് പഠിക്കാനുള്ളത്. ആൽക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. ഇനിയും അൺസാച്ചുറേറ്റിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആൽക്കീനും ആൽക്കൈനും. അതായത് ഇത് സിംഗിൾ ബോണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. അതായത് ആൽക്കെയിൻ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട്. ആൽക്കീൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടാണ്. ആൽക്കൈൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ ആണല്ലോ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഫോർമുല CnH2n ആണ്. അതേപോലെ തന്നെ ആൽക്കൈൻ ഓക്കെ, അടുത്തത് ആൽക്കൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അതിന്റെ ജനറൽ ഫോർമുല CnH2n-2 ആണ്. അപ്പൊ പഠിക്കാൻ എളുപ്പം, ഒന്ന് CnH2n+2, ഒന്ന് CnH2n, ഒന്ന് CnH2n- എന്താണ് 2. ഓക്കെ ആണല്ലോ. സഫിക്സിലാണ് കേട്ടോ 2n-2ഉം n-ഉം 2n-ഉം ഒക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ, ഓർത്തോണം. ഇനി വീണ്ടും അപ്പുറത്തേക്ക് പോവാണ്. അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ക്ലോസ്ഡ് ഇതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. നോക്കിക്കോ, ക്ലോസ്ഡിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്ന് ഹോമോസൈക്ലിക്, അടുത്തത് ഹെറ്ററോസൈക്ലിക്. ഹോമോസൈക്ലിക് ആൻഡ് ഹെറ്ററോസൈക്ലിക്. ഇനി ഹോമോസൈക്ലിക്കിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഹോമോസൈക്കിളിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. അതിലൊന്ന് അലിസൈക്ലിക് എന്ന് പറയും. അലിസൈക്ലിക് എന്ന് പറയും. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സൈക്ലോപ്രൊപ്പൈനോ അല്ലെങ്കിൽ സൈക്ലോപെന്റേനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാം. അതേപോലെ വീണ്ടും രണ്ടാമത് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അരോമാറ്റിക് കോമ്പൗണ്ടിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അത് ബെൻസീനോയിഡ് കോമ്പൗണ്ടും ചിലപ്പോൾ ബെൻസീൻ കോമ്പൗണ്ട് എന്തായിരിക്കും സ്കൂളിൽ പഠിപ്പിക്കുന്നത്, നോ വറി, ഒരു പ്രശ്നവുമില്ല, അങ്ങനെയും എഴുതാം. അടുത്തത് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്. ഇത് കഴിഞ്ഞില്ല, ഇത് നമ്മൾ ഓൾറെഡി എന്താണ് ഹോമോസൈക്ലിക് ആയിട്ടുള്ളൂ. ഈ ബെൻസീൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ പണ്ട് ബെൻസീൻ വരച്ച് പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരാണ്, ഞാൻ അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ടിനെ പറ്റി നമുക്ക് പഠിക്കുകയല്ല, ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഹെട്രോസൈക്ലിക് ഉണ്ടല്ലോ മുകളിൽ. ഇതുവരെ ഉള്ളതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളായിരുന്നു, ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ഏത് നോക്കിക്കഴിഞ്ഞാലും കാർബണും ഹൈഡ്രജനും മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഈ ഹെട്രോസൈക്ലിക്കിനകത്ത് വരുന്ന സമയത്ത് എന്ത് വരും എന്നുള്ളത് അറിയാമോ?
വേറെ, അതായത് സൈക്ലിക് തന്നെയാണ്, അവിടെ വേറൊരു ഇതും കൂടെ വരും, നോക്കിക്കോളൂ. ഇതുണ്ട്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരുവാണെങ്കിൽ നോക്കിക്കോളൂ, കണ്ടോ, ഇവിടെ ഓക്സിജൻ വരുന്നു, അവിടെ കാർബണിന് പകരം അവിടെ ഓക്സിജൻ, ഡബിൾ ബോണ്ട്, കണ്ടോ, ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ ഫ്യൂറാൻ മോളിക്യൂൾ എന്ന് പറയും, ഫ്യൂറാൻ. അതേപോലെ തന്നെ പൈരിഡീൻ വരും, പൈരിഡീൻ വരാം. പൈരിഡീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ് പോലെ നമ്മൾ വരച്ചിട്ട് ഇവിടെ N ആണ്, ബെൻസീൻ റിങ് പോലെ വരയ്ക്കും, ഇവിടെ N ആണ്. അതേപോലെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പൈരിഡീൻ എന്ന് പറയും, പൈരിഡീൻ. അതേപോലെ തന്നെ പൈരൻ മോളിക്യൂൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നോക്കിക്കോ. ഇത് ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഹെട്രോസൈക്ലിക്കിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ക്ലാസിഫിക്കേഷനകത്ത് അത് പറയുന്നുണ്ട്. അപ്പം അതൊന്നുമില്ല, സൈക്ലിക്കിനകത്ത് കാർബൺ ഹൈഡ്രജൻ അല്ലാതെ വേറെ കോമ്പൗണ്ടുകൾ വരുന്നു, അതായത് ഓക്സിജൻ വന്നുകൊണ്ടോ നൈട്രജൻ വന്നു, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട്. ഹെട്രോ മീൻസ് ഡിഫറൻറ്റ്, ഹോമോ മീൻസ് സെയിം എന്നുള്ളതാണ്. ഇനി ഞാനിത് ചെറുതാക്കി കാണിക്കാം, നിങ്ങൾ ഇതെല്ലാം എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്തോ എല്ലാവരും? ഓക്കെ, അൻകിത്ത് 8:15 ജോയിൻ ചെയ്താൽ മതി. അൻകിത്ത് ശരി സാർ.
ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോ. ക്ലാസിഫിക്കേഷൻ 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 ഓഫ് classification of carbon atom, classification of carbon atom in organic compound. ഈ കാർബൺ ആറ്റത്തിന്റെയും കൂടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് നമുക്ക് പഠിക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്. അതില് ഒന്ന് പ്രൈമറി കാർബൺ ആണ്. പ്രൈമറി കാർബണിനെ നമ്മൾ 1 ഇട്ടിട്ട് മുകളിൽ ഒരു വട്ടം ഇട്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രൈമറി കാർബൺ എന്താണെന്നറിയാമോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറൊരു ഒറ്റ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി കാർബൺ. അത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾ ഇത് എഴുതിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആർ ദോസ് which is attached to one carbon atom. അതായത് ഇത് പരീക്ഷയ്ക്ക് എന്താണ് പ്രൈമറി കാർബൺ ആറ്റം എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. നമ്മൾ ആ പ്രൈമറി കാർബൺ ആറ്റം പലയിടത്തും നമുക്ക് റിയാക്ഷനകത്ത് പ്രൈമറി കാർബൺ ആറ്റം എന്നൊക്കെ വരും. അപ്പോൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതാണ്. അടുത്ത വർഷം പ്രൈമറി കാർബൺ ആറ്റം, സെക്കൻഡറി, ടെറിഷറി എന്നൊക്കെ പറഞ്ഞ് കുറെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതിന്റെയൊക്കെ ബേസ് ആണ്. ശരിക്കും അടുത്ത വർഷം 5 ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുള്ളത്. 5 അല്ല, ശരിക്കും 5 ചാപ്റ്ററിനകത്ത് മൊത്തം 10 കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം ഓരോ കോമ്പൗണ്ടുകളും ഓരോ ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നോക്കിക്കോളൂ, OH ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് നമുക്കറിയാലോ, ആൽക്കഹോൾ ഗ്രൂപ്പാണ്. ഇത് ഇപ്പം ഒരു CH2 അല്ലെങ്കിൽ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്യുക. ഈ കാർബൺ വേറെ ഒരു കാർബണിൽ ഞാനൊരു വേറെ രീതിയിൽ വരച്ച് കാണിക്കാൻ നോക്കിക്കോളൂ. അതായത് OH വന്ന് അറ്റാച്ച് ചെയ്ത് ഈ കാർബൺ ആറ്റം വേറെ ഒരു കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർബണെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കാർബൺ. അത് അപ്പം നിങ്ങൾ ചോദിക്കും ബാക്കി ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ വരും, ഇവിടെ 3 ഹൈഡ്രജൻ വരും. അപ്പോൾ ഇവനെ വിളിക്കുന്ന പേരാണ്, ഈ കാർബണെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കാർബൺ. കണ്ടോ? അതായത് ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഈ കാർബൺ ആറ്റം വേറെ ഒരു സിംഗിൾ കാർബൺ ആറ്റത്തിലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം ഹൈഡ്രജനാ. മനസ്സിലായോ? അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്താ പ്രൈമറി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സിംപിളി ഇങ്ങനെ എഴുതാം, കണ്ടക്സ്ഡ് ആക്കി CH3 CH2 OH. അതിൽ ഇതായിരിക്കും അതിന്റെ പ്രൈമറി കാർബൺ ആറ്റം. ഓക്കെ ആണല്ലോ? രണ്ടാമത് സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയും. 2 എന്ന് പറയുന്നത് സെക്കൻഡറി കാർബൺ ആറ്റം. സെക്കൻഡറി കാർബൺ ആറ്റം. സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അതുപോലുള്ള ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ 2 കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്താൽ, അതായത് ഇപ്പം നമുക്കത് അതിന്റെ ഇത് എഴുതിയിട്ട് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ആർ ദോസ് which is attached to 2 other carbon atom. എക്സാമ്പിൾ, ഇപ്പോൾ OH അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം C. നേരത്തെ ഒരു കാർബൺ ആയിരുന്നു, ഇപ്പോൾ ഒരു ഹൈഡ്രജനെ കൂടെ മാറ്റി അതും കാർബൺ ആയി. മറ്റേ ഇത് അങ്ങ് ഹൈഡ്രജൻ വന്നു, ബാക്കി ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. കണ്ടോ? അപ്പൊ ഇത് ഈ കാർബൺ ആറ്റം നിങ്ങൾ നോക്കിയേ, ഈ കാർബൺ ആറ്റം വേറെ 2 കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയും. ഓക്കെ ആണല്ലോ? കണ്ടക്സ്ഡ് ആക്കി വരച്ചു കഴിഞ്ഞാൽ CH3 OH കണ്ടോ, ഇങ്ങനെ വരും. ഇത് അതിന്റെ സെക്കൻഡറി കാർബൺ ആറ്റം. അതേപോലെ മൂന്നാമത്തേത് ടെറിഷറി കാർബൺ ആറ്റമാണ്. ടെറിഷറി കാർബൺ are those which is attached to 3 other carbon atom. ഇവിടെ OH എന്ന് വന്നേ ഉള്ളൂ. OH ന് വരാം CHO, അല്ല OH ന് വരാം Cl വരാം, F വരാം, അങ്ങനെ വേറെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വേണേലും വരാം. മനസ്സിലായി? ഞാൻ OH വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കല്ലോ OH വരുമ്പോൾ മാത്രമേ പ്രൈമറി സെക്കൻഡറി ടെറിഷറി ഉള്ളൂ എന്ന്. അല്ല, എല്ലാ വിഭാഗം ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കും പ്രൈമറി സെക്കൻഡറി ടെറിഷറി ഉണ്ട്. ജനറലി അതിനെ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവസരം കാണിച്ചുതരാം. അപ്പൊ ഇതൊന്ന് നോക്കിയോ, ഇതിപ്പോ OH അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ആറ്റം കണ്ടോ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ,
ഇവിടെ ഒരു കാർബൺ കണ്ടോ, 3 കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബണെ നമ്മൾ എന്ത് വിളിക്കും? ഈ കാർബണെ നമ്മൾ ടെർഷ്യറി കാർബൺ വിളിക്കും. ഇവിടെ CH3 വരും, ഇവിടെ CH3 വരും, ഇവിടെ CH3 വരും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പം പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അത് 3 കഴിഞ്ഞു. ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നിർത്തിയാക്കാം ക്ലാസ്. ഓക്കെ, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എന്താന്നുള്ള കാര്യം എഴുതി വെക്കുക. ഹെഡിങ് എഴുതുക, സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. ഒരു ഹെഡിങ് കൊടുക്കുക. അതായത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതായത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും, വൺ സിഗ്മ ബോണ്ട് ഉണ്ടാവും. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്തുവാ കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ അതിൽ ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് 1 2 3. അപ്പൊ അതില് ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും, 2 പൈ ബോണ്ടും ഉണ്ടാവും. ഒരു സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്. അതായത് ഇതിനകത്ത് ഇത് സിഗ്മ ബോണ്ടാ, ഇത് സിഗ്മയും ഇത് പൈയുമാണ്. ഇത് സിഗ്മയും ഇത് 2 പൈയാണ്. മനസ്സിലായോ? അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് ഓർത്ത് വെച്ചോണം. കാരണം നമുക്കൊരു കോമ്പൗണ്ട് വന്നിട്ട് അതിനകത്ത് എത്ര സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു കോമ്പൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാം ക്ലാസ്. നോക്കിക്കോളൂ, CH3 കണ്ടോ, CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയോ, ഇതിനകത്ത് എത്ര സിഗ്മ ബോണ്ടും എത്ര പൈ ബോണ്ടും ഉണ്ടെന്ന് നോക്കാം. നോക്കിയോ, ഇത് സിഗ്മ ബോണ്ട 1, ഇത് സിഗ്മ ബോണ്ട 2, ഇത് സിഗ്മ ബോണ്ട 3, ഇത് സിഗ്മ ബോണ്ട 4, ഇത് സിഗ്മ ബോണ്ട 5, അതേപോലെ തന്നെ ഇത് സിഗ്മ ബോണ്ടാണ് 6, ഇത് സിഗ്മ ബോണ്ടാണ് 7, ഇത് സിഗ്മ ബോണ്ടാണ് 8, ഇത് സിഗ്മ ബോണ്ടാണ് 9, ഇത് സിഗ്മ ബോണ്ടാണ് 10, ഇത് സിഗ്മ ബോണ്ടാണ് 11, ഇതിനകത്ത് ഒരെണ്ണം സിഗ്മ ബോണ്ടാണ് 12, ഇതിനകത്ത് ഇത് സിഗ്മ ബോണ്ടാണ് 13, ഇത് സിഗ്മ ബോണ്ടാണ് 14, ഇത് സിഗ്മ ബോണ്ടാണ് 15, ഇത് സിഗ്മ ബോണ്ടാണ് 16. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പൈ ബോണ്ടും ഉണ്ട്, ഇവിടെ 2 പൈ ബോണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 16 സിഗ്മ ബോണ്ട് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ 3 പൈ ബോണ്ടും ഉണ്ട് ഇവിടെ. ഇത് മനസ്സിലാക്കുക. ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ പറഞ്ഞു തരേണ്ടത്. ഇതിനൊക്കെ കുറെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടിന്റെയും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത് അങ്ങനെ നോക്കണ്ട, ഈ രീതി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാമേ.
കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക്